ഹരി ഓം. ബഹുലചിഗുരഭാരം ബദ്ധപിഞ്ചാവതംസം ചപലചപലനേത്രം ചാരുബിംബാധരോഷ്ടം മധുരമൃദുലഹാസം മന്ധരോദാരലീലം മൃഗയതി നയനം മേ മുഗ്ധവേഷം മുരാരേ. കണ്ണനെ തിരയുകയാണ് കവി. ഇടതൂർന്ന മുടിയഴകും അതിൽ തെരുതെര ചേർത്ത് കെട്ടിയ മയിൽപ്പീലിയും സദാ ഇളകിക്കൊണ്ടിരിക്കുന്ന അഴകാർന്ന നയനഭംഗിയും മനോഹരമായ ചെഞ്ചൊടികളും മധുരമായ മൃദുലമായ ആ മനോഹര മന്ദഹാസവും പിന്നെയോ ഇവയൊക്കെയും അഴകായ രൂപമാർന്ന് ചെയ്യുന്ന ലീലാവിലാസങ്ങളും ഒത്തിണങ്ങിയ ചേർന്നിണങ്ങിയ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ മോഹന രൂപത്തെ തൻ്റെ കണ്ണ് തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് കവി പറയുകയാണ്. ഇത്രയധികം വർണ്ണിക്കാനാവില്ലെങ്കിലും ഭഗവാനെ, അവിടുന്ന് ഒരു കോമള ബാലകുമാരനായി എൻ്റെ മടിത്തട്ടിൽ വന്നിരിക്കുന്നത് ഞാൻ അനുഭവിക്കുമാറാകണേ. സർവചരാചരങ്ങളെയും ഉള്ളിൽ വഹിക്കുന്ന, സകലത്തിലും നിറഞ്ഞു വിലസുന്ന ആ വലിയ നിധി ഒരു കുഞ്ഞിൻ്റെ രൂപമാർന്ന് എൻ്റെ മടിയിൽ മയങ്ങണേ. ഞാൻ ഏകുന്ന അമൃതം ഭുജിക്കണേ. എൻ്റെ തോളിൽ തല ചായ്ച്ച് ഇത്തിരി കിടക്കണേ. കുഞ്ഞിക്കൈകളാൽ എന്നെ ചുറ്റിപ്പിടിച്ച് കുസൃതിയാൽ കുറുകി കുറുകി എന്നോടൊട്ടി നിൽക്കണേ. നറുതേനൊഴുകും പോലെ ചിരിക്കണേ. അങ്ങനെ എത്ര എത്ര ആഗ്രഹം കണ്ണ ഗുരുവായൂരപ്പ. ബഹുലജലദച്ഛായാചോരം വിലാസഭരാലസം മദശിഖിശിഖാലീലോത്തംസം മനോജ്ഞമുഖാംബുജം കമപി കമലാഭാംഗോദഗ്രം പ്രപന്നജഗജ്ജിതം മധുരിമപരീഭാഗോദ്രേകം വയം മൃഗയാമഹേ. മഴക്കാറുകളിൽ നിന്നും കവർന്നെടുത്ത കറുപ്പ് നിറവും മയിൽപ്പീലി ചേർത്തു വെച്ചു കെട്ടിയ പീലിത്തിരുമുടിയും കുറുമ്പ് നിറഞ്ഞ കളികളും ആരുടെയും മനസ്സിനെ തന്നിലേക്ക് ആഴ്ത്തിക്കളയുന്ന സുന്ദരമായ മുഖപത്മവും ലക്ഷ്മി ഭഗവതിയുടെ കടാക്ഷത്താൽ ഉത്കൃഷ്ടമായി തീർന്നതും സകല ജഗത്തിനെയും പരിപാലിക്കുന്നതുമായ പരമമായ ഒരു മാധുര്യത്തെ ഞാൻ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഭഗവാനെ, മയിൽപ്പീലികൾ മനോഹരമാക്കിയ ആ ചുരുണ്ട മുടിയിഴകൾ എൻ്റെ ഹൃദയഭിത്തികളിൽ ചെറുതായി ഉലയുന്നുണ്ട്. ആ തിരുവുടലിൻ്റെ അഴകാർന്ന കറുപ്പ് എൻ്റെ ഉള്ളിലെ ഇരുട്ടിനെ ദിവ്യമായ പ്രകാശമാക്കി മാറ്റുന്നുണ്ട്. ആ ലീലാവിലാസങ്ങളൊക്കെയും എൻ്റെ ചുണ്ടിൽ പുഞ്ചിരി നിറയ്ക്കുന്നുണ്ട്. ആ അരവിന്ദ നേത്രങ്ങൾ എന്നിൽ പ്രതീക്ഷയുടെ അരുണോദയം വിരിക്കുന്നുണ്ട്. വിവേചിക്കുവാനോ പറയുവാനോ ആവാത്ത ഒരു മാധുര്യത്തിൻ്റെ ഒരു നുള്ള് എൻ്റെ ഉള്ളിൽ സദാ കിനിയുന്നുണ്ട്. ജയ 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 ഗോവിന്ദ, ജയ 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 ഗോവിന്ദ, ജയ 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 ഗോവിന്ദ. പരാമൃശ്യം ദൂരെ പരിഷദി മുനീനാം വ്രജവധൂദൃശാം ദൃശ്യം ശശ്വത ത്രിഭുവന മനോഹാരിവദനം അനാമൃശ്യം വാചാമനിതമുദയാനാമപി കദാ ദരീദൃശ്യേ ദേവം ദരദളിത നീലോൽപലനിഭം. വീണ്ടും ആ ഭഗവത് ദർശനത്തിനായി പ്രാർത്ഥിക്കുകയാണ്. മഹർഷീശ്വരന്മാരുടെ കൂട്ടത്തിൽ എവിടെയോ എന്ന് പറയേണ്ടി വരുന്നവനും വ്രജത്തിലെ ഗോപികമാർക്ക് എപ്പോഴും എപ്പോഴും കാണാൻ കഴിയുന്നവനും മൂന്ന് ലോകങ്ങളിൽ വച്ച് ഏറ്റവും മനോഹരമായ മുഖത്തോടു കൂടിയവനും അനാദിയായ വേദവചനങ്ങൾക്ക് പോലും നിർവചിക്കാനാവാത്തവനും അല്പം വിടർന്ന നീലത്താമരപ്പൂവിൻ്റെ നിറമുള്ളവനുമായ ആ ശ്രീകൃഷ്ണചന്ദ്രനെ, ആ ഭഗവാനെ എന്നാണ് എനിക്ക് വീണ്ടും വീണ്ടും നല്ലതുപോലെ കാണാനാവുക എന്നാണ് പ്രാർത്ഥന. ഭഗവാനെ,
വലിയ ഒരു നീലപത്മം വിടർന്ന പോലെ പരിലസിക്കുന്ന നിന്തിരുവടി അങ്ങയെ ദർശിക്കാൻ ഭാഗ്യം കിട്ടിയവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം അവർ കണ്ടത് മൂവുലകിലും വെച്ച് മോഹനമായതാണ്. അവർ നുകർന്നത് ഏറ്റവും മാധുര്യം നിറഞ്ഞതാണ്. അവർ അതിൽ ചേർന്ന് ഇല്ലാതെയായെങ്കിൽ അവർ നിന്റെ പാദധൂളി ധരിക്കാൻ അർഹതപ്പെട്ടവരാണ്. ഹരേ നമ. ലീലാംബുജാനനമധീരമുദീക്ഷമാണം നർമാണി വേണുവിവരേഷു നിവേശയന്തം ദോളായമാനനയനം നയനാഭിരാമം ദേവം കഥാനുദയിതം വ്യതിലോകയിക്ഷ്യേ. കണ്ണൻ്റെ ചെന്താമര വിടർന്ന മുഖഭംഗിയിൽ മതിമറന്ന വർണ്ണനയാണ്. ഭഗവാന്റെ കണ്ണുകൾ എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നുവെന്നും വേണുനാദത്തിൽ തൻ്റെ കുസൃതിയും കളികളും നിറച്ചു വയ്ക്കുന്നുവെന്നും പറയുന്നു. എപ്പോൾ നോക്കിയാലും ഭഗവാൻ തൻ്റെ രൂപം കൗതുകം നിറയ്ക്കുന്നതാണ്. ഭഗവാന്റെ രൂപം കൗതുകം നിറയ്ക്കുന്നതാണ്. കാരണം നോക്കുമ്പോഴൊക്കെയും അത് പുതുതായി തോന്നും. അങ്ങനെ കാണുമ്പോൾ സന്തോഷം നിറയുന്ന ആ കണ്ണൻ്റെ രൂപം എന്നാണ് തനിക്ക് കാണാൻ കഴിയുക എന്ന് ആഗ്രഹിക്കുകയാണ് കവി. ഒപ്പം ഭഗവാൻ തന്നെയും കാണണമെന്നും അനുഗ്രഹിക്കണമെന്നും കൂടി ആഗ്രഹിക്കുന്നു. ഭഗവാനെ വലിയ വിലാസങ്ങളാലും കമനീയ രൂപത്താലും ഉള്ളിലെപ്പോഴും മരുവുന്ന ശ്രീകൃഷ്ണചന്ദ്ര, അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും ജയിച്ചാലും. ലഗ്നം മുഹുർമനസി ലംബട സമ്പ്രദായ രേഖാവലേഖന രസജ്ഞ മനോജ്ഞവേഷം ലജ്ജൻ മൃദുസ്മിത മധുസ്നപിതാധരാംശു രാഗേന്ദുലാളിത മുഖേന്ദു മുകുന്ദ ബാല്യം. മാധുര്യമേറുന്ന പുഞ്ചിരി നിറഞ്ഞു കുളിച്ച ചെഞ്ചൊടികളും വളരെ നാണം കുണുങ്ങുന്നതും ലീലാവിലാസങ്ങൾ കാട്ടിരസിക്കുവാൻ പ്രിയമുള്ളവർക്കിഷ്ടമായി തോന്നുന്ന വേഷഭാവങ്ങളോടുകൂടിയതും പൂർണ്ണചന്ദ്രനു പോലും ലാളിക്കുവാൻ തോന്നും വിധം ഉള്ള മുഖചന്ദ്രനോടു കൂടിയതുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലഭാവം, ആ ചെറുപ്രായം കവിയുടെ മനസ്സിൽ നല്ലപോലെ മുഴുകിയിരിക്കുന്നു, പറ്റിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. മലരിതളുകൾ വീണ വൃന്ദാവന വഴിത്താരകളിൽ നിന്റെ കാൽത്തളനാദം നിറയുമ്പോൾ ആമോദമോടെ കൂടെ കളിക്കാൻ പൈക്കിടാങ്ങളും ഗോപപാലരും എത്തുമ്പോൾ നിന്റെ ചൊടികളിലേക്ക് പാലമൃത് ധാരയേകാൻ ഗോമാതാവ് നടന്നെത്തുമ്പോൾ വെണ്ണക്കുടങ്ങളേന്തി നിന്റെ വരവിനായി ഗോപികമാർ കഥ ചൊല്ലി നിൽക്കുമ്പോൾ വൃന്ദാവനത്തിലെ ഒരു പുൽനാമ്പിലും നിന്റെ വേണുനാദം പെയ്തിറങ്ങുമ്പോൾ ഒക്കെയും ഭഗവാനെ ആശിക്കുകയാണ്. അവിടെ ഏതെങ്കിലും ഒരു വഴിത്താരയിൽ ഒരു പാദധൂളിയായെങ്കിലും എനിക്ക് കിടക്കാൻ കഴിഞ്ഞെങ്കിൽ, നിന്റെ പാദസ്പർശം ഏൽക്കാൻ കഴിഞ്ഞെങ്കിൽ. ഹരേ നാരായണ. ഹരേ ഗുരുവായൂരപ്പ. ഹരേ ശ്രീകൃഷ്ണചന്ദ്ര. ഹരേ നമ. ഹരേ നമ. ഹരേ നമ.